Hello my dear students, welcome to the third part of the chapter, the solid state. Today, let us discuss about the 7 primitive unit cell and their possible variations. Primitive unit cell നെ കുറിച്ച് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം യൂണിറ്റ് സെല്ലിനെ ബേസ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. 7 crystal systems and 14 Bravais lattices അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ക്രിസ്റ്റലുകളിൽ യൂണിറ്റ് സെല്ലുകളെ പരമാവധി 14 തരത്തിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. The 14 3-dimensional lattices are called Bravais lattices. എന്തുകൊണ്ടാണ് ആകെ 14 തരത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് സെല്ല് മറ്റൊരു യൂണിറ്റ് സെല്ലിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് അവയുടെ ആക്സിയൽ ഡിസ്റ്റൻസിലും അതുപോലെ ആക്സിയൽ ആംഗിൾസിലുമാണ്. ആക്സിയൽ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് എഡ്ജ് ലെങ്ത് ആൻഡ് ദേ ആർ റെപ്രസെന്റഡ് ആസ് എ, ബി ആൻഡ് സി. ആക്സിയൽ ആംഗിൾസ് ആർ റെപ്രസെന്റഡ് ബൈ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ഈ യൂണിറ്റ് സെല്ലിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടത് എന്തൊക്കെയാ? The 3 axial distances A, B and C and the 3 axial angles alpha, beta and gamma. ഒരു യൂണിറ്റ് സെല്ല് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എയുടെയും ബിയുടെയും ഈ 2 എഡ്ജസിന്റെയും ഇടയിലായിരിക്കണം ഗാമ ആംഗിൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ എയുടെയും സിയുടെയും ഇടയിലായിരിക്കണം ബീറ്റ. അതുപോലെ തന്നെ ബിയും സിയുടെ ഇടയിൽ ആൽഫ ആണ് നമ്മൾ ആംഗിളായിട്ട് കൊടുക്കേണ്ടത്. ഓരോ യൂണിറ്റ് സെല്ലും ആക്സിയൽ ഡിസ്റ്റൻസിലും ആക്സിയൽ ആംഗിൾസിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റൽസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ പേരുകളാണ്. നമുക്കൊന്ന് നോക്കാം. ക്യൂബിക്, റോംബോഹീഡ്രൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ടെട്രഗണൽ and hexagonal. These are the 7 crystal systems. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെയും പോസിബിൾ വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ക്യൂബിക് സിസ്റ്റം. For cubic crystal system, the possible variations are primitive, body centered and face centered. അതായത് ഈ 3 രീതിയിലുള്ള യൂണിറ്റ് സെല്ലുകൾ മാത്രമേ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ യൂണിറ്റ് സെല്ലുകളുടെ എല്ലാം ആക്സിയൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതായത് എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ആക്സിയൽ ആംഗിൾസ് എന്ന് പറയുന്നത് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അവയുടെ എല്ലാ ആംഗിൾസും സെയിം ആണ്. അത് മാത്രമല്ല ദാറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു 90 ഡിഗ്രി. സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, കോപ്പർ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഈസ് റോംബോഹീഡ്രൽ. റോംബോഹീഡ്രലിന്റെ ആകെ ഒരു പോസിബിൾ വേരിയേഷനേ ഉള്ളൂ. അതാണ് പ്രിമിറ്റീവ്. അതായത് ഈ ഒരു യൂണിറ്റ് സെല്ല് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി അത്തരം യൂണിറ്റ് സെല്ലുകൾക്കെല്ലാം അതിന്റെ ആക്സിയൽ ഡിസ്റ്റൻസസ് സെയിം ആണ്. ആക്സിയൽ ആംഗിൾസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ. ഈ 3 ആംഗിൾസും സെയിം ആണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഒന്നും 90 ഡിഗ്രിക്ക് തുല്യമല്ല. അത് ഒന്നില്ലെങ്കിൽ 90 ഡിഗ്രിക്ക് കുറവോ കൂടുതലോ ആയേക്കാം. എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റ്, മെർക്കുറി സൾഫൈഡ്, സിന്നബാർ എന്നും പറയൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് കൊണ്ടുവരുന്ന ഒരു ക്രിസ്റ്റൽ സിസ്റ്റം കൂടിയാണ്. ഇവിടെ 4 ടൈപ്പ് യൂണിറ്റ് സെല്ലുകൾ കാണാനായിട്ട് സാധിക്കും. പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്. നമ്മൾ പഠിച്ച എല്ലാ യൂണിറ്റ് സെല്ലുകളും ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ പോസിബിൾ ആണ്. ഇനി ഇത്തരം യൂണിറ്റ് സെല്ലുകളുടെ ഒക്കെ ആക്സിയൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് എല്ലാം അൺഈക്വൽ ആണ്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. 3 സൈഡും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. The angle between the edges are always equal to 90 degree in the case of this crystal system. Example is rhombic sulfur. Next
മോണോക്ലിനിക്. മോണോക്ലിനിക്കിൽ ആകെ 2 വേരിയേഷൻസേ പോസിബിൾ ഉള്ളൂ, പ്രിമിറ്റീവ് ആൻഡ് എൻഡ് സെന്റേർഡ്. ഇത്തരം യൂണിറ്റ് സെല്ലുകൾക്കെല്ലാം ആക്സിയൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഈക്വൽ ആണ്. ഇവിടെ ഒരു ആംഗിൾസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആൽഫ ഇസ് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് രണ്ടും ഈക്വൽ ആണ്, 90 ഡിഗ്രിക്ക് തുല്യമാണ്. ബട്ട് ബീറ്റ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആൻഡ് എക്സാമ്പിൾ ഈസ് മോണോക്ലിനിക് സൾഫർ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് മോണോക്ലിനിക് സൾഫർ. കൂടാതെ സോഡിയം സൾഫേറ്റ് ഡെക്കാഹൈഡ്രേറ്റും ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്. ട്രൈക്ലിനിക് സിസ്റ്റത്തിൽ ആകെ ഒരൊറ്റ പോസിബിൾ വേരിയേഷനേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് പ്രിമിറ്റീവ്. ആൻഡ് ഇൻ ദിസ് യൂണിറ്റ് സെൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എല്ലാ സൈഡ്സും ഡിഫറെൻ്റ് ആണ്. അതുപോലെ എല്ലാ ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. ആൽഫയും ബീറ്റയും ഈക്വൽ അല്ല, ബീറ്റയും ഗാമയും ഈക്വൽ അല്ല, ആൽഫയും ഗാമയും ഈക്വൽ അല്ല. അതുമാത്രമല്ല 90 ഡിഗ്രിയും അല്ല. എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ദെൻ ടെട്രഗണൽ. ടെട്രഗണലിൽ ആകെ 2 പോസിബിൾ വേരിയേഷനേ ഉള്ളൂ. അതായത് 2 ടൈപ്പ് യൂണിറ്റ് സെല്ലുകളാണ് ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുക. ഒന്ന് പ്രിമിറ്റീവും മറ്റൊന്ന് ബോഡി സെന്റേർഡും. ഇവരുടെയൊക്കെ ആക്സിയൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. എന്ന് വെച്ചാൽ എന്താ, 2 സൈഡുകൾ തുല്യമാണ്, പക്ഷെ മൂന്നാമത്തെ സൈഡ് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമാണ്. എന്നാൽ ഇവരുടെ ആംഗിൾസോ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മൾ നേരത്തെ കണ്ടതാണ് ഓർത്തോറോംബിക് എന്ന് പറഞ്ഞുള്ളതിനും ഇതേപോലെ തന്നെ ഒരു ആംഗിൾ ആണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ ക്യൂബിക് സിസ്റ്റത്തിന് ഇതേപോലെ ആംഗിളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആംഗിൾസ് വരുന്ന ഒരുപോലെ ആംഗിൾസ് വരുന്ന ക്രിസ്റ്റൽ സിസ്റ്റംസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഈ ഒരു 7 ക്രിസ്റ്റൽ സിസ്റ്റവും പഠിച്ചെടുക്കാൻ. ദ ലാസ്റ്റ് വൺ ഈസ് ഹെക്സഗണൽ. ഹെക്സഗണലിലും നേരത്തെ പറഞ്ഞു, ട്രൈക്ലിനിക്കിലും റോംബോഹീഡ്രലിലും പറഞ്ഞ പോലെ ആകെ ഒരൊറ്റ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫോർ ദിസ് 2 sides are equal but the third one is different. That means A is equal to B but not equal to C. And the axial angles മറ്റുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 2 എണ്ണവും 90 ഡിഗ്രിക്ക് തുല്യമാണ്. പക്ഷേ ഗാമ എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായിട്ടാണ്. ഗാമയുടെ ആംഗിൾ എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 120 ഡിഗ്രി. ആകെ 120 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ക്രിസ്റ്റൽ സിസ്റ്റം മാത്രമേ ഉള്ളൂ, അത് ഹെക്സഗണലാണ്. ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഹെക്സഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം. ഈ ഒരു ടേബിളിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ വരാവുന്ന ഒരു ഭാഗമാണ് ഇത് കേട്ടോ. ഞാൻ നേരത്തെ ഡിഫറെന്റ് പോസിബിൾ വേരിയേഷൻസ് പറഞ്ഞിരുന്നല്ലോ, അവരുടെയൊക്കെ ഫിഗേഴ്സ് ആണ് ഇതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ എവിടെയൊക്കെയാണ് ആ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത് എന്നെല്ലാം ഈ പിക്ചറിലൂടെ നോക്കി മനസ്സിലാക്കുക. ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം വളരെ ഈസി ആയി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ക്രോംത്ത് എന്ന വേർഡ് ഓർത്തു വെക്കുക. നമ്മൾ പഠിച്ച ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വേർഡാണ് ഈ ക്രോംത്ത്. ക്യൂബിക് സിസ്റ്റത്തിനും റോംബോഹീഡ്രലിനും A is equal to B is equal to C. അടുത്ത 3 എണ്ണത്തിന്റെ ആക്സിയൽ ഡിസ്റ്റൻസസ് A not equal to B not equal to C. ലാസ്റ്റത്തെ 2 എണ്ണം ടെട്രഗണൽ ആൻഡ് ഹെക്സഗണൽ. ആ പേരിൽ തന്നെ ഒരു സിമിലാരിറ്റി ഉണ്ട്, അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല. A is equal to B not equal to C. അപ്പോൾ 7 എണ്ണത്തിന്റെയും ആക്സിയൽ ഡിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞില്ലേ? എന്ത് പെട്ടെന്നാ കഴിഞ്ഞത് അല്ലേ? ഇനി ദ മോസ്റ്റ് സിമെട്രിക്കൽ ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണ്. ആൻഡ് ഫോർ ദിസ് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം the axial distances and the axial angles are all equal. Then the most unsymmetrical crystal system ഏതാന്ന് ചോദിച്ചാൽ it is triclinic. ഏറ്റവും അൺസിമെട്രിക്കൽ ആയിട്ടുള്ള എല്ലാതും അൺഈക്വൽ ആണ്. എല്ലാ ആക്സിയൽ ഡിസ്റ്റൻസസും ആക്സിയൽ ആംഗിൾസും എല്ലാം അൺഈക്വൽ ആയിട്ട് വരുന്ന ഒരേ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റം. ഞാനിന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായോ?
എല്ലാവരും ഞാനിന്ന് പറഞ്ഞു തന്ന ആ ടേബിൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ അത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ ആക്കാം. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.